ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റമാണ് കപ്പ ഹലുവ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 700 ഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഒരു നുള്ളുപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര, പിന്നെ തേങ്ങ, ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കാദ്യം കപ്പ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകരുത്. ഞാനിവിടെ കപ്പ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും തേങ്ങയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം മധുരം കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഹലുവയാകുമ്പം നല്ല മധുരം വേണമല്ലോ. നന്നായിട്ട് പഞ്ചസാര കുറച്ചുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ, ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നെയ്യ് തടവി അതിലേക്ക് നമുക്ക് ഈ കുഴച്ച് വെച്ച കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് വെക്കാം. നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കറും യൂസ് ചെയ്യാം, ഇഡ്ഡലി ചെമ്പും യൂസ് ചെയ്യാം. ഞാനിവിടെ കൈകൊണ്ട് ഇപ്പം നെയ്യ് പുരട്ടി കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെച്ചിട്ട് 3-4 പ്രഷർ വരുന്ന ആ ടൈമിലേക്ക് നമുക്കിത് എടുക്കാം. അപ്പം നമുക്ക് ഇത് കുക്കറിലേക്ക് വെക്കാം. ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പ ഹലുവ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുക്കറിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഈ പാത്രം, ഹലുവ നിറച്ച പാത്രം വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് കവർ ചെയ്ത് വെച്ചതാണ്. ഇപ്പം നന്നായിട്ട് വേവ് വന്നിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് വെക്കാം. പക്ഷേ അതിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇപ്പം നമുക്കൊരു കത്തി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നന്നായിട്ട് വേവ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നല്ല ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.